ഇപ്പോഴ് നമ്മൾ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഈ മരണത്തിന്റെ വ്യാപാരികൾ ഇപ്പൊ കേരളത്തിൽ ഇതിന്റെ സെല്ലിംഗ് അല്പം കുറച്ചിട്ടുണ്ട്. കേരള പോലീസ് വിഡ്രോ ചെയ്യുമ്പോൾ കൂടുതൽ സെല്ല് ചെയ്യാന്നുള്ള ധാരണയിലാണ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. We are not going to stop this operation. We will continue with this operation so that the Kerala will be free from narcotic drugs and അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നുള്ള ദൌത്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 26-ാം തീയതി കേരളത്തിൽ ആന്റി നർക്കോട്ടിക് ഡേ ആണ്. വേൾഡ് ആന്റി നർക്കോട്ടിക് ഡേ ആണ്. അന്ന് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ ഇത് ബോധവൽക്കരണം, ഇതിന് മറ്റൊരു ഭാഗമാണ് ബോധവൽക്കരണം. MLA-മാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, വിദ്യാഭ്യാസ മന്ത്രിയെയും അതോടൊപ്പം തന്നെ മുൻകൈയെടുത്ത് മില്യൺ ഗോൾസ്, തുഫാൻ ഗോൾസ് എല്ലാ സ്കൂളുകളിലും നടത്താൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ ദിവസമാണ് പേരൂർക്കട ഉദ്ഘാടനം നടത്തിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തണ്ടർ എന്ന പേരിൽ തന്നെ അവരുടേതായ രീതിയിൽ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നു. അത് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ M. ലിജു തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ്. കേരള മുഖ്യമന്ത്രി ശ്രീ V. D. സതീശൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കോട്ടകൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏജൻസികളുടെ സഹായം തേടിയത്. വളരെ ഫലപ്രദമായ ചർച്ചയായിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നത്. ഈ മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളുടെ ഈ സിനിമാ സെറ്റുകളിൽ അതുപോലെ കാരവൻ വാഹനങ്ങളിലൊക്കെ മയക്കുമരുന്ന് ഉപയോഗം എന്നുള്ള ആരോപണം ആ പരിശോധന നടത്തും. രണ്ടാമത് ഇപ്പൊ നിലവിൽ പിടിക്കപ്പെട്ട ആളുകളെ അവരുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുന്നതിനുള്ള നിലവിൽ നടത്തുന്നത്. അതെ, ഈ രണ്ടും വളരെ നല്ല ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട് അവിടെ പരിശോധിക്കും. ഇതിന് ആ ഓപ്പറേഷൻ തുഫാൻ ഇതൊന്നും ഒരു ബാരിയേഴ്സ് അല്ല, അതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ആവശ്യപ്പെട്ട് എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. കാരണം നമ്മള് കേരള പോലീസ്, കേരള ഗവൺമെന്റ് ഇത്ര വലിയൊരു ദൌത്യം ആരംഭിച്ചപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ രണ്ടാമത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ടതാണ്. അതാണ് ഇന്നത്തെ മീറ്റിംഗ്. അതാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ ഗൌരവതരമായ ചർച്ച ഉണ്ടായത് ഇതിന്റെ സോഴ്സാണ്. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്, ആകാശത്തൂടെയും കടലിലൂടെയും കരയിലൂടെയും ഇത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സോഴ്സുകളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ, ഞാൻ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ വിശദമാക്കുന്നില്ല. പറയുന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻ ഗുണകരമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ ചോദ്യം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. സോഴ്സ് കണ്ടെത്തുക, ലഹരി മാഫിയയുടെ വേരിറക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇനി ഇത് 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പോർട്ടുകളിൽ, സീ പോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. കാരണം താഴോട്ടുകൂടെ പോകണം. താഴോട്ടുകൂടെ ചെന്ന് യഥാർത്ഥത്തിൽ ആ പോർട്ടുകളിലും എയർപോർട്ടുകളിലും ഒക്കെ സംയുക്തമായ ഒരു ഓപ്പറേഷൻ അവർ എല്ലാ ഏജൻസികളും കൂടി നടത്തിയാൽ മാത്രമേ ഇതിനെ നമുക്ക് തടയാൻ കഴിയൂ. ഇത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്നോട് നിങ്ങൾ നിർബന്ധിക്കരുത്, അത് ശരിയല്ല എന്നുള്ളത്. രണ്ടാഴ്ച നടത്തിയ പരിശോധനയിൽ നിർമ്മാണം കേരളത്തിൽ നടക്കുന്നതായിട്ട് അതുപോലെ ഈ നൈജീരിയ അതുപോലുള്ള കൺട്രീസിൽ നിന്ന് ഒരുപാട് പേര് കേരളത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് അവരുടെ എങ്ങനെയാണ് അവരോട് അവരെ 2 നൈജീരിയൻ പൌരന്മാരെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഒന്ന് പന്തളത്ത് നിന്ന് കേരള പോലീസാണ് പോയത്. വളരെ ശ്രമകരമായ നിലയിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി പോലീസിന്റെ സഹായം ഉണ്ടായിട്ടും നൈജീരിയയിൽ നിന്ന് വന്ന് അവരെ കണ്ടെത്താൻ വലിയ പ്രയാസപ്പെടേണ്ടി വന്നു. ആ പന്തളം പോലീസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. അവർ ബാംഗ്ലൂരിൽ നിന്നും ഒരു നൈജീരിയൻ യുവതി, അവരെ പിടിക്കാനും വളരെ പ്രയാസകരമാണ്. പക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഓപ്പറേഷൻ നടത്തുകയുണ്ടായി.
മാറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെഷ്യൽ ഉള്ളത് ഈ തൂഫാൻ? അതായത് ഇതേ സെയിം പാറ്റേൺ സെയിം അല്ല, ഞാനതാ എക്സ്പ്ലെയിൻ ചെയ്തത് മൂന്നാണ്. ഒന്ന് തുഫാൻ സ്ട്രൈക്സ്, തുഫാൻ വാരിയേഴ്സ്, കൂടുതൽ ആളുകളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെ, സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിന്റെ അംബാസഡർമാരാകുകയാണ്. ഇതിനെതിരായ ഒരു മുന്നേറ്റത്തിന് അവരെ കൂടെ കൂട്ടുന്നു. മൂന്നാമത്തേത് തുഫാൻ കെയർ, ഈ വന്നിട്ടുള്ള ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഇപ്പൊ തന്നെ ധാരാളം മർത്തമ സഭയുടെ തിരുമേനി തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 13 ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്, സഹായം തേടാം. തൃശൂർ രൂപത അധ്യക്ഷൻ ഇന്നലെ താഴത്തെ പിതാവ് പറഞ്ഞു, ഞങ്ങളുടെ ഡി അഡിക്ഷൻ സെന്റർ തരാം. ധാരാളം മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്, ധാരാളം സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്. അവരെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാവരും ഉണ്ടാകണം, മാധ്യമങ്ങളും ഉണ്ടാകണം, മാധ്യമ പ്രവർത്തകരും ഉണ്ടാകണം, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ളവരും ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇത് ഒരാഴ്ച കൊണ്ട് നിർത്താൻ കഴിയുന്നതല്ല, നിർത്താൻ പാടില്ല. ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പൊ അതിലൂടെ പരമാവധി നമ്മൾ ബോധവൽക്കരണം നടത്തി ചെറുപ്പക്കാരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനും, ഇത്തരം ശക്തികൾ കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയും വേണം. ഗവൺമെന്റ് നിർബന്ധിക്കുകയല്ല. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഇപ്പൊ ധാരാളം ആളുകളും സംഘടനകളും ജനങ്ങളും മുന്നിട്ടിറങ്ങുന്നു. കാരണം ഭാവി തലമുറയെ രക്ഷിക്കാനാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ, എനിക്ക് വരുന്ന കത്തുകൾ പരിശോധിച്ചാൽ നമ്മുടെ കണ്ണു നിറയും. ഓരോ പ്രദേശത്തും ജനങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാര്, തങ്ങളുടെ കുട്ടികളെ പറ്റിയുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുന്നത്. നമ്മളതൊന്നും പിന്നെ പരസ്യമാക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അത്തരം വികാരപരമായ നിലയിലാണ് ഇതിന്റെ റെസ്പോൺസ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു നാടിന് ചെയ്യേണ്ട കാര്യമായിട്ടാണ് കേരള ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്.